എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് സ്ക്വിഡ് ഗെയിം സീരീസിൻ്റേതാണ്. ലോകമെമ്പാടും നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത് 2021 പുറത്തിറങ്ങിയ കൊറിയൻ ഡ്രാമ ത്രില്ലർ വെബ് സീരീസാണ് സ്ക്വിഡ് ഗെയിം. ഇപ്പോഴത്തെ ഈ വെബ് സീരീസിൻ്റെ സീസൺ 3 OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ വെബ് സീരീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് അമ്പി എന്ന സിനിമയെക്കുറിച്ചാണ്. സിംപ്ലി സൗത്ത് OTT അവകാശങ്ങൾ സ്വന്തമാക്കി റോബോ ശങ്കർ, അശ്വിനി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ നേരത്തെ തിയേറ്ററിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമ ഇപ്പോൾ സിംപ്ലി സൗത്ത് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എവോൾ, ശിവകുമാർ, ജെനിഫർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി രാംയോഗി സംവിധാനം ചെയ്ത് ജനുവരി ആദ്യം പുറത്തിറങ്ങിയ തെലുങ്ക് സിനിമയാണ്. തെങ്കോട്ട OTT പ്ലാറ്റ്ഫോം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ഡ്രാമ റൊമാൻറ്റിക് സിനിമ ഇപ്പോൾ തെങ്കോട്ട വഴി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ആസാദി എന്ന സിനിമയെക്കുറിച്ചാണ്. ശ്രീനാഥ് ഭാസി, വാണി വിശ്വനാഥ്, ലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി കഴിഞ്ഞ മാസം തിയേറ്ററിലേക്ക് എത്തി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത മലയാള സിനിമയാണ് ആസാദി. മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ഈ ഡ്രാമ ത്രില്ലർ സിനിമ ഇപ്പോൾ മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സിനിമയുടെ തമിഴ് വേർഷൻ സൺനെക്സ്റ്റ് വഴിയാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് നടികർ എന്ന സിനിമയെക്കുറിച്ചാണ്. ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് ടൊവിനോ നായകനായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലോക പരാജയമായി മാറിയ മലയാള സിനിമയാണ് നടികർ. സിനിമയിൽ ഭാവന, സൗബിൻ ഷാർ തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ ടൊവിനോ ചിത്രം OTT റിലീസിന് ഒരുങ്ങുകയാണ്. സൈനാപ്ലൈ ചിത്രത്തിൻ്റെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഈ കോമഡി ഡ്രാമ ചിത്രം ജൂലൈ മാസം പകുതിയോടെ സൈനാപ്ലൈ വഴി OTT റിലീസ് ചെയ്യും. കാത്തിരിക്കാം ചിത്രത്തിൻ്റെ OTT അപ്ഡേറ്റ്സിനായി. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.